ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നല്ല പ്രഭാതം കൂടെ ദൈവം നമുക്ക് നൽകി തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് മോർണിംഗ് മന്നയുടെ ഹെഡിങ് ആയിട്ട് നമുക്ക് യഥാർത്ഥ വിശ്വാസത്തെ കുറിച്ചാണ് നമുക്ക് ഇന്ന് ചിന്തിക്കുവാനുള്ളത്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം പ്രകാരം പറയുന്നു: ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ദൈവ കൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്നവരാണ് വിശുദ്ധന്മാരെ എന്ന് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തില് നമ്മോട് പറയുകയാണ്. അപ്പോൾ ആരാണ് വിശുദ്ധന്മാർ എന്നുള്ള ചോദ്യത്തിനുള്ള ആൻസറാണ് തിരുവചന പ്രകാരം ഇന്ന് പ്രഭാതത്തില് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ അനേക സഭകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു കൂട്ടര് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പഴയ നിയമം മാത്രം മതി, പുതിയ നിയമം വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പ്രവാചകന്മാരെ എല്ലാം മുറുകെ പിടിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ, അതുപോലെ ശിഷ്യന്മാരുടെ ശുശ്രൂഷ, അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെയും അവർ മറന്നു കളയുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഒരു കൂട്ടർ പറയുന്നു, ഞങ്ങൾക്ക് പഴയ നിയമം വേണ്ട, പുതിയ നിയമം മാത്രം മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല വിധത്തിലും ചിലര് സങ്കീർത്തനം മാത്രം ഞങ്ങൾക്ക് മതി, അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ ഞങ്ങൾക്ക് സുവിശേഷം വേണ്ട, ഞങ്ങൾക്ക് ലേഖനങ്ങൾ മാത്രം മതി എന്ന് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം മാത്രം വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വിവിധ നിലകളില് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അനേക സഭകളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം മനുഷ്യരുടെ ഓരോ കണക്കുകൂട്ടലുകളോ പറച്ചിലുകളോ. എന്നാൽ ദൈവത്തിന്റെ തിരുവചനം എന്താണ് പറയുന്നത്? തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് കടന്നു വരുമ്പോൾ എങ്ങനെയുള്ളവരെയാണ് കൊണ്ടുപോകുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തില് ഇവിടെ പറയുകയാണ്. ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും വേണം. അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോവുകയും അതിനെ പഠിപ്പിക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥമായ വിശുദ്ധന്മാരെ എന്ന് ദൈവത്തിന്റെ തിരുവചനം വളരെ ശക്തിയോടുകൂടെ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മോട് പറയണം. ഇത് രണ്ടും ഒരുപോലെ, ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊണ്ടു പോകുന്നവര്, അനുസരിക്കുന്നവരാണ് ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധന്മാരെ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിനുള്ള വിശ്വാസം മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല, ദൈവകൽപ്പന മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞാലും ശരിയല്ല. ഇത് രണ്ടും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതായ വലിയ കാര്യമാണ് എന്ന്. ദൈവകൽപ്പനയും വേണം, യേശുവിലുള്ള വിശ്വാസവും വേണം. അത് രണ്ടും ഈക്വലായി വെച്ചുകൊണ്ട് ആ കൽപ്പന അനുസരിച്ച് യേശുവിലുള്ള വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ് വിശുദ്ധന്മാരെന്ന് ദൈവത്തിന്റെ തിരുവചനം ഇവിടെ പറയും. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പനകളെ പാലിക്കുമെന്ന തിരുവചനം പറയുന്നത്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തി ദൈവത്തിന്റെ കൽപ്പനകളെ പാലിക്കും. അപ്പോൾ യേശുവിലുള്ള വിശ്വാസം അതിതീക്ഷ്ണമായി ഉള്ള വ്യക്തിക്ക് മാത്രമേ ദൈവത്തിന്റെ കൽപ്പന പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് യേശുവിലുള്ള വിശ്വാസത്തോടുകൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് വേണ്ടി തന്നെ ഒരുക്കുകയും മറ്റുള്ളവരെ ഒരുക്കുന്നതിന് വേണ്ടി സുവിശേഷം അറിയിക്കുകയും തങ്ങളാൽ കഴിയും വിധം ഒരു വ്യക്തിക്ക് സാമ്പത്തിക നന്മ അതിനുവേണ്ടി കൊടുത്തായിരിക്കും സഹായിക്കാൻ പറ്റുന്നത്. ചില ആൾക്കാർക്ക് അത് ബുക്കുകളൊക്കെ ആക്കി ചില പുസ്തകങ്ങൾ എഴുതി യേശുവിനെ കുറിച്ച് എഴുതിയ പുസ്തകങ്ങളെ കൊടുക്കുവാൻ അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിരിക്കും സാധിക്കുന്നത്. എന്നാൽ മറ്റു ചിലർക്ക് പാസ്റ്റർമാർക്കൊക്കെയും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. അങ്ങനെ വിവിധ തുറകളിൽ കൈത്താങ്ങലുകളെ കൊടുത്തുകൊണ്ട് ഈ യേശുവിനെ ഈ ലോകത്തില് പ്രസംഗിക്കുവാൻ തക്കവണ്ണമുള്ള ആ ഒരു കഴിവ്, അത് എപ്രകാരമാണ് യഥാർത്ഥ ദൈവത്തിന്റെ സത്യസഭ എന്ന് പറയുന്നത്? ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കൊണ്ട് പഠിപ്പിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായി വിശുദ്ധന്മാരാകുന്നത് എന്ന് പറയുന്നത്. അല്ലാതെ ദൈവത്തിന്റെ ആരെയെങ്കിലും പേര് പറഞ്ഞിട്ട് ഇന്നയാള് 10 പേര് കൂടിയിട്ട് ഇന്നയാള് വിശുദ്ധനാണെന്ന് പ്രഖ്യാപിച്ചാൽ ഒരിക്കലും വിശുദ്ധനായി തീരത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ഏതൊരു വ്യക്തിയാണെങ്കിലും അവൻ ദൈവ കൽപ്പനയും യേശുവിലുള്ള വിശ്വാസത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് അതിനുവേണ്ടി കഷ്ടം സഹിച്ചുകൊണ്ട് അവന്റെ ജീവിത അവസാനത്തോളം എന്ത് നഷ്ടം വന്നാലും ആ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, ഒരുപക്ഷെ ജീവൻ പോലും കൊടുക്കുവാൻ മനസ്സുള്ളവരായി തീരുമ്പോഴാണ് തീർച്ചയായും അവൻ വിശുദ്ധ ഗണത്തിലേക്ക് ഈ ലോകത്തിൽ ആയിരിക്കുവാനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവനോടൊപ്പം ആയിരിക്കുവാനുള്ള മഹാഭാഗ്യം നമുക്ക് ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, അപ്രകാരമാണോ
നാം ഓരോരുത്തരും ഇന്ന് ജീവിക്കുന്നത് എന്ന് ശോധന ചെയ്യുവാനുള്ള ഒരു അവസരമാണ് ഇന്ന് സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. ദൈവകൽപ്പന നമ്മൾ അനുസരിക്കുന്നുണ്ടോ? യേശുവിനുള്ള വിശ്വാസത്തിൽ നമ്മൾ എപ്രകാരമാണ് പോകുന്നത്? ഉറച്ച വിശ്വാസം നമുക്കുണ്ടോ? അടിയുറച്ച വിശ്വാസമുണ്ടോ? നമ്മൾ യഥാർത്ഥമായ അടിസ്ഥാനത്തിന് മേലാണോ യേശു എന്ന ആ പാറയിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് കാണാം. അപ്പോൾ പാറമേൽ അടിസ്ഥാനമിട്ടതായ ദൈവത്തിന്റെ സഭ ദൈവകൽപ്പനയും യേശുവിന്റെ വിശ്വാസവും കാത്തുകൊണ്ട് ജീവിക്കുന്നവരുടെ ഗണത്തില് നമ്മുടെ ഓരോരുത്തരുടെയും പേര് എഴുതി കാണുവാൻ, ജീവന്റെ പുസ്തകത്തില് പേരെഴുതി കാണുവാൻ തക്കവണ്ണം സ്വർഗം നമ്മെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇവിടെ എഴുതി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം തീർച്ചയായും ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസം കാത്തുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. പിതാവേ, ഇന്ന് തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. രോഗത്താലോ ക്ഷീണത്താലോ പ്രയാസത്താലോ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ കർത്താവെ, അങ്ങയുടെ വചനം വഹിച്ച് പൂർണ്ണമായ സൗഖ്യം കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കൃപയിൽ അടിയങ്ങളെ എത്രത്തോളം കാത്തു പരിപാലിച്ചു, തുടർന്നും അടിയങ്ങൾക്ക് നല്ല ക്രിസ്ത്യ ജീവിതം നയിക്കുവാനുള്ള ആത്മീയ കൃപ തന്ന് അടിയങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണം. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്നേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.